ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളൂ. ഒരുപാട് നേരം കുക്ക് ചെയ്യണോ ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു അര കപ്പിനടുത്ത് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ചിക്കൻ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ടൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പകരം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഓവറായി പോകരുത്. അപ്പോൾ ഓവർ കളറാവാതെ അധികം കളറില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതിൽ ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന രീതിക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ നിറയെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് സോസ് റെഡിയാക്കാനായിട്ടാണ്. ഇതിലോട്ട് ഞാനിവിടെ ഗാർലിക് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഏതാണോ നമുക്ക് എളുപ്പം അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ടോട്ടൽ 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ഈ കട്ടായിട്ടുള്ള മൈദ ഒക്കെ നന്നായിട്ടൊന്ന് ഇതിൽ അലിയിച്ചെടുക്കുക. അതിനുശേഷം ബാക്കി പാലും കൂടി ചേർത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഈ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയ ശേഷം ബാക്കി പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ഞാനിത് നന്നായിട്ടൊന്ന് നല്ല തിക്കായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഇതൊന്ന് മെൽട്ടാക്കി കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ചീസിന് പകരം ക്രീം ചീസൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി ചീസ് നന്നായിട്ട് മെൽട്ടായ ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ നല്ല കളറുള്ള മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഇതിൻ്റെ കളർ നന്നായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് അധികം കളറില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെയാണ്. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഇതുപോലുള്ള ബണ്ണിലാണ് ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ സൈസ് ബണ്ണാണ്. അപ്പോൾ കുറച്ച് വലിയ ബണ്ണൊക്കെ ആണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. എന്നിട്ട് ഞാനിവിടെ ബണ്ണിൻ്റെ മുകൾ വശം ഇതുപോലെ 4 ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പകുതി ഭാഗം ഒന്ന് പൊളന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ബണ്ണ് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഈ ഫില്ലിങ്സ് വെക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭാഗത്ത് ഈ ഫില്ലിങ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
2-3 ഞാൻ നടുവേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഫുള്ളും ഫില്ല് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചതിൻ്റെ മേലെ കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഡെക്കറേഷൻ പോലെ ചില്ലി ഫ്ലെക്സോ മല്ലിയിലയോ ഒക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണ് ഇതിൽ വെച്ചിട്ട് നമ്മൾ മേലെ ഇട്ടിട്ടുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ മാത്രം കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിവശം കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് നമുക്ക് ആ മേലെയുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ മാത്രം ചൂടാക്കി എടുക്കാം. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായിട്ട് മെൽട്ടായി കിട്ടും. അങ്ങനെ നമ്മുടെ ചീസ് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു ചെറു ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മുന്നേ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.